ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും M40 വ്ലോഗിലേക്ക് സ്വാഗതം. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ജൈന്റ് ബർഗറാണ്, ഒരു ബീഫ് ബർഗർ. അപ്പോൾ അത്യാവശ്യം വലിപ്പമൊക്കെ ഉണ്ട്. ഇത് ഉണ്ടാക്കാനായിട്ട് കുറച്ച് റിസ്ക് ഒക്കെയാണ്. അപ്പോൾ നമ്മൾ തുടക്കം തുടങ്ങി അവസാനം വരെ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ള കറക്റ്റ് ഡീറ്റെയിൽസ് വെച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ മച്ചാൻ നമുക്ക് നേരെ കിച്ചണിലേക്ക് വിട്ടാലോ. സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ബീഫ് ബർഗറാണ്. അപ്പോൾ നമ്മൾ ആദ്യം ബീഫ് അല്ല ബർഗറൊക്കെ ഉണ്ടാക്കാൻ നല്ല അടിപൊളിയാണ്. അപ്പോൾ ആദ്യം നമ്മൾ ഇതൊന്ന് അരച്ചെടുക്കാനായിട്ട് ഇങ്ങനെ ഓരോ കഷ്ണം നമ്മൾ അരിഞ്ഞിട്ടല്ലേ സിമ്പിളായിട്ട് നമുക്ക് അരക്കാം. അപ്പോൾ ബീഫ് നമുക്ക് അരച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ബീഫിലെ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങൾ എടുത്ത് നേരെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇത് കൊണ്ടിട്ട് അരച്ചിട്ട് വരാം. അപ്പോൾ നമ്മുടെ ഇഞ്ചിയൊക്കെയാണ് നമ്മൾ ഇനി അരിഞ്ഞെടുക്കാൻ പോകുന്നത് കേട്ടോ. ഒക്കെ കുഞ്ഞു അരിഞ്ഞെടുക്കണം. ഇഞ്ചി നമ്മൾ അരിഞ്ഞ് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കൊത്തി അങ്ങനെ നമ്മൾ വെളുത്തുള്ളിയും ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഒരു മസാലകളൊന്നും ചേർക്കണില്ല. നമ്മൾ ആദ്യം ചേർത്ത് കൊടുക്കുന്നത് കുരുമുളക് പൊടിയാണ്. ചേർക്കാൻ പോകുന്നത് ഉപ്പാണ്. ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് പാറ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ എടുത്തിട്ടുള്ളൂ. ഇതാണ് ശരിക്കും ഒരു ബർഗർ പാറ്റിയുടെ സ്റ്റൈൽ പറഞ്ഞാൽ. അത് ഓരോ മസാല എന്നിട്ട് നമ്മൾ ഒരു കട്ട്ലേറ്റ് പരിവാക്കി എടുക്കരുത്. അപ്പോൾ നമ്മുടെ പാറ്റി നമ്മൾ ചെറിയൊരു പണിയാണ്. അപ്പോൾ നമ്മുടെ പാറ്റി ഇതേ രണ്ട് കയ്യിൽ വെച്ച് പൊക്കിയെടുത്തൊന്നും ഇവിടെ ഇടാൻ എന്നിട്ട് നമ്മൾ മറിച്ചിടുന്നത് കേട്ടോ. ഒറ്റത്തിരി അടിപൊളി. അപ്പോൾ തന്നെ നല്ല മണം ഉണ്ട് നമ്മുടെ പാറ്റിയുടെ. ഒരു സൈഡ് വെന്ത് തുടങ്ങിയിട്ടുണ്ട്. വെള്ളത്തിൽ വേവിച്ച് വെച്ച സോസേജാണ്. ഇതിപ്പോൾ നമ്മൾ ബീഫിൻ്റെ സോസേജ് അല്ല, ചിക്കൻ എടുത്തിരിക്കുന്ന ഒരു ഫ്ലേവർ വെറൈറ്റി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിനൊന്ന് ജസ്റ്റ് ഫ്രൈ ചെയ്തെടുക്കാം.